ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾക്ക് ഏറെ പ്രാധാന്യവും ബഹുമാനവും നൽകിയവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട നിബിതങ്ങൾ സ്പർശിച്ച എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതുകൊണ്ടെല്ലാം ബറക്കത്തെടുക്കുകയും അതിനെ ഏറെ മൂല്യവത്തായി കാണുകയും ചെയ്തിരുന്നു മഹാന്മാർ. മഹാനായ മുഹമ്മദ് ബിൻ സീരിൻ റളിയല്ലാഹു അൻഹു താബിഈകളിൽ പ്രമുഖനാണ്. ഏറെ ഹദീസുകൾ ഉദ്ധരിക്കുകയും മുഹദ്ദിസുകളിലെ പ്രധാനിയുമായിരുന്നു മഹാനവറുകൾ പറയുകയാണ്, ഇന്ന ഇൻദനാ മിൻ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഷഅർ ഉണ്ടായിരുന്നു. അത് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുഖേന ലഭിച്ചതായിരുന്നു. മഹാനവറുകൾ പറയുന്നു, ലിഅൻ യകൂന ഇൻദി മിൻഹു ഷഅറത്തുൻ, എൻ്റെ പക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ഷഅർ മുബാറക്കിൽ നിന്നുള്ള ഒരു ഷഅർ ഉണ്ടാവുന്നത് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി സഫ്റാ വ ബൈളാ അലാ ളുഹ്രിൽ അർദ്, ഭൂലോകത്തുള്ള സർവ്വ സ്വർണവും വെള്ളിയും എൻ്റെ പക്കലുണ്ടാവുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഷഅർ മുബാറക്ക് എൻ്റെ കൈകളിൽ ഉണ്ടാവുന്നത്. മഹാന്മാരായ സ്വഹാബത്തും താബിഈകളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾക്ക് നൽകിയ പ്രാധാന്യം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് വഹാബികളടക്കം അംഗീകരിക്കുന്ന, തബറുക്ക് വിരോധികളടക്കം സമ്മതിക്കുന്ന ഹാഫിളു ദഹബി അവരുടെ സീറു അലാമി വന്നുബല എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചു പറയുന്നത് കാണാം, ഹാദൽ ഖൗലു മിൻ അബീദതഹു വ മിഅയാറു കമാലിൽ ഹുബ്ബ്, ഈ വാചകങ്ങൾ ഇതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ മാനദണ്ഡം. വഹുവ അൻ യുസിറ ശഅറത്തൻ നബവിയ്യത അലാ കുല്ലി ദഹബിൻ വഫില്ലത്തിൻ ബിഐദിൻ നാസ്, ജനങ്ങളുടെ കൈകളിലുള്ള സർവ്വ സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കിന് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും മഹാനവറുകൾ ചോദിക്കുകയാണ്, ഫലൗ ബദലൽ ഗനിയ്യു മുഅ്ളമ അംവാലിഹി ഫീ തഹ്സീലി ശൈഇൻ മിൻ ദാലിക ഇൻദഹു, ഒരു സമ്പന്നനായ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് കരസ്ഥമാക്കാൻ വേണ്ടി ആ മനുഷ്യൻ്റെ സർവ്വ സമ്പത്തും എടുത്തു ചെലവഴിച്ചാൽ, അകുൻത തഅദ്ദുഹു മുബദ്ദിറൻ ഔ സഫീഹൻ, ആ മനുഷ്യനെ കുറിച്ച് നീ വിവരദോഷിയെന്നോ അതല്ലെങ്കിൽ ധൂർത്തനെന്നോ വിളിക്കുമോ? എന്നിട്ട് പറയുന്നു, കല്ല, ഒരിക്കലും അങ്ങനെയല്ല, അദ്ദേഹമാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ഫബ്ദുൽ മാലക ഫീ സൗറത്തി മസ്ജിദിഹി അല്ലദീ ബനാ ഫീഹി ബിയദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നീ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കൊണ്ട് നിർമ്മിച്ച മസ്ജിദ് സന്ദർശിക്കാൻ വേണ്ടി, മസ്ജിദ് നബവി സന്ദർശിക്കാൻ വേണ്ടി നീ നിന്റെ കൈകളിലുള്ളതെല്ലാം നീ ചെലവഴിച്ചു കൊള്ളുക. വസ്സലാമി അലൈഹി ഇൻദ ഹുജ്റത്തിഹി ഫീ ബലദിഹി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റത്തു ശരീഫയിൽ ചെന്ന് സലാം പറയാൻ വേണ്ടി നീ നിന്റെ സമ്പത്തിനെ ചെലവഴിക്കുക. വൽതദ ബിന്നളരി ഇലാ ഉഹ്ദിഹി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉഹുദ് മലയെ നോക്കിക്കൊണ്ട് നീ ആനന്ദം കണ്ടെത്തുക, അതിനെ ആസ്വദിക്കുക. വഅഹിബ്ബഹു, ആ ഉഹുദ് മലയെ നീ ഇഷ്ടപ്പെടുക. ഫഖദ് കാന നബിയുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുഹു, കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉഹുദ് മലയെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. വതമല്ലഅ ബിൽ ഹുലൂലി ഫീ റൗളത്തിഹി വമഖഅദിഹി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിലും മഖഅദിലുമെല്ലാം ചെന്നുകൊണ്ട് നീ ആത്മനിർവൃതി അടയുക. ഫലൻ തകൂന മുഅ്മിനൻ ഹത്താ യകൂന ഹാദ സയ്യിദു അഹബ്ബ ഇലൈക മിൻ നഫ്സിക വവലദിക വഅംവാലിക വന്നാസി കുല്ലിഹിം, ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും നിന്റെ മുതലിനേക്കാളും നിന്റെ സമ്പത്തിനേക്കാളും നിന്റെ സ്വശരീരത്തെക്കാളും നിനക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്നത് വരെ നീ ഒരിക്കലും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. എന്നിട്ട് വീണ്ടും ഹാഫിളു ദഹബി വീണ്ടും പറയുകയാണ്, വഖബ്ബിൽ ഹജറൻ മുക്കറമൻ നസല മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട മഹത്തായ ഹജറുൽ അസ്വദിനെ നീ
ചുംബിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം സ്പർശിച്ചു എന്നുറപ്പുള്ള ലോകത്തുള്ള വസ്തുക്കളിൽപ്പെട്ട ഒന്നാണ് ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദിൽ നിന്റെ വായ കൊണ്ടുപോയി നീ വെക്കണം. ശേഷം ഹാഫിള് ദഹബി സാബിത്തുൽ ബുന്യാനി റളിയല്ലാഹു അൻഹു മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ ചുംബിക്കുകയും കൈ സ്പർശിക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം പറയുകയും ഒക്കെ ചെയ്ത ആ സംഭവം പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് വീണ്ടും പറയുകയാണ്, ഫനഖൂലു നഹ്നു ഇദ് ഫാതനാ ദാലിക, നമുക്കത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇന്ന് ജീവിച്ചിരിപ്പില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തോട് സ്പർശിച്ച ആരും ഇന്ന് നമുക്ക് ജീവിച്ചിരിപ്പില്ല. നമുക്കതിന് ഇന്ന് സാധ്യമല്ല. പക്ഷേ ഹജറുൻ മുഅ്ളമുൻ ബിമൻസിലത്തി യമീനില്ലാഹി ഫിൽ അർളി മസ്സത്തുഹു ശഫത നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട അവിടുത്തെ ചുണ്ടുകൾ സ്പർശിച്ച കല്ലിന്ന് ബാക്കിയുണ്ട്. അതിനെ നമുക്ക് ചുംബിക്കാവുന്നതാണ്. ഇനി നിനക്ക് ഹജ്ജ് ചെയ്യാൻ നിനക്ക് സാധ്യമാവുന്നില്ല എങ്കിൽ, നിനക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ, അത് നഷ്ടപ്പെടുകയാണെങ്കിൽ വതലഖൈതൽ വഫ്ദ, ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു സംഘത്തെ നീ കണ്ടുമുട്ടുന്നു. വൽതസിമിൽ ഹാജ, അപ്പോൾ അവരിൽ നിന്നുള്ള ഒരു ഹാജിയെ നീ സമീപിക്കണം. വഖബ്ബിൽ ഫമഹു, എന്നിട്ട് ആ ഹാജിയുടെ വായയെ നീ ചുംബിക്കണം. വഖുൽ, എന്നിട്ട് നീ പറയണം, ഫമുൻ മസ്സ ബിത്തഖ്ബീലി ഹജറൻ ഖബ്ബലഹു ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ച കല്ല്, ചുംബിച്ച വായയാണിത് എന്ന് നീ പറയണം എന്ന് ഹാഫിളു ദഹബി, തബറുക്ക് വിരോധികൾക്ക് പോലും സ്വീകാര്യനായ ഹാഫിളു ദഹബി അവരുടെ സീറു അലാമി വന്നുബലയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. പ്രിയമുള്ളവരെ, നോക്കൂ, മഹാന്മാർ ഹജറുൽ അസ്വദിനെ ചുംബിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠമായ കാര്യമായി നമ്മോട് പഠിപ്പിച്ചതാണ്. എന്താണ് അത് ചുംബിക്കണം എന്ന് പറയാനുള്ള കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചുംബനം കൊണ്ട് അനുഗ്രഹീതമായ കല്ലാണ് ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത്. ആ കല്ലിനെ ചുംബിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം സ്പർശിച്ച ആ ഭാഗത്ത് നമ്മുടെ ശരീരവും സ്പർശിച്ചുകൊണ്ട് മുത്തുനബിയുടെ ബറക്കത്തെടുക്കുക എന്ന മഹത്തായ കാര്യമാണ് ഇതുകൊണ്ട് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.